Hi girls, welcome back to our family. നോക്ക് ഇവിടെ അലമ്പാണ് കേട്ടോ, അമ്പലത്തിൽ ഉത്സവം. സോ ഇന്ന് നമ്മളൊരു ഇടം വരെ പോവുകയാണ്. അതിൻ്റെ വീഡിയോ ആണ്. ചെന്നിട്ട് സ്ഥലം എവിടെയാണ് എന്താണത് കാണിച്ചത്. പോകാനുള്ള വണ്ടി വന്നതുകൊണ്ടിട്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്ത് തൃപ്പനയും ദേവി ക്ഷേത്രത്തിൽ ഉത്സവമാണ്. അതുകൊണ്ടിട്ട് വീട്ടിലധികം എല്ലാവരും ഉണ്ട് കേട്ടോ. എൻ്റെ വല്യമ്മച്ചിയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളിത് സലൂണിൽ എത്തിയിട്ടുണ്ട്. വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇത്. ഇവിടെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഗോകു നാട്ടിലുള്ള ടൈമിൽ അവിടുത്തെ ഇനോഗ്രേഷൻ കഴിഞ്ഞായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം പ്രത്യേകിച്ച് അങ്ങനെ ഒന്നിനും പോകേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ബേബീൻ്റെ ഹെയർ കട്ട് ചെയ്യാനായാലും ഗോകു നാട്ടിലുള്ളപ്പോൾ ഗോകു ആയിരുന്നു കൊണ്ടുപോകണത്. ഞാൻ ലാസ്റ്റ് പോയത് അവിടെ വെച്ചിട്ടായിരുന്നു. ഹെയർ ആ ഡ്രയർ ഉപയോഗിച്ചിട്ടൊന്ന് ഡ്രൈ ചെയ്തപ്പോഴത്തേനും എന്നെ കാശി ബേബി നല്ല കരച്ചിലും ബഹളവും തുടങ്ങി. പിന്നെ അവിടുത്തെ ചേച്ചിമാരൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. ഭയങ്കര കൂളായിരുന്നു. നമ്മുടെ അടുത്ത് നിന്നല്ല, ഏത് കസ്റ്റമേഴ്സ് വന്നാലും എല്ലാവരോടും നല്ല കൂളായിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ആ പിങ്ക് ഡ്രസ്സ് ഇട്ടതാണ് ശ്രീലക്ഷ്മി ചേച്ചിയുടെയാണ് കേട്ടോ ഷോപ്പുള്ളത്. അയ്യോ, ഈ ഹെയർ കട്ട് ചെയ്യുന്ന ചേച്ചീൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പേര് മറന്നുപോയി. ഞങ്ങൾ പോയത് കാശി ബേബീൻ്റെയും ജാനിമോളുടെയും ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്കൊരു പെഡിക്യൂർ ചെയ്യാൻ കൂടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ഉത്സവം ആയതുകൊണ്ടിട്ട് വല്യമ്മച്ചിയും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചീനെയും ചേച്ചിയുടെ മോളെയൊക്കെ കൊണ്ടിട്ടാണ് പോയത്. ഞങ്ങളെല്ലാവരും കൂടെ ചെറിയൊരു ട്രിപ്പും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചു. ചുമ്മാ ഒരു ഔട്ടിങ് അത്രേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ബഹളമായിരുന്നു. കാശി ഇത് കണക്ക് കാർട്ടൂൺ കാണിച്ചു കൊടുത്തിട്ടാണ് ലാസ്റ്റ് വെറ്റ് ചെയ്തത്. കാർട്ടൂൺ കാണിച്ചു കൊടുത്തിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഒരു വിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് ആ ചേച്ചി വെറ്റ് ചെയ്തത്. ഭയങ്കര ബഹളമായിരുന്നു. പക്ഷേ ജാനിമോൾ നിന്നു കൊടുക്കായിരുന്നു. എൻ്റെ മുടി വെട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കൊടുക്കാമായിരുന്നു. കാശി ഭയങ്കര ബഹളമായിരുന്നു. പഴനിയിൽ മുടി എടുക്കാനായിട്ട് കാശിനെയും ജാനിനെയും ഒരുമിച്ചായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അന്ന് കാശി ബഹളമില്ലായിരുന്നു, സൈലൻ്റായിട്ടിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഉറക്കമായിരുന്നു. ജാനി ഭയങ്കര നിലവിളിയും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പം നേരെ തിരിച്ചായി. ഓരോ പിള്ളേർ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റം ഉണ്ടാവുമല്ലോ. പിള്ളേരുടെ മുടി വെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കുള്ള കാര്യമാണ് കേട്ടോ. അത് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. കാര്യം സാധാരണ ഗോകുവാണ് കൊണ്ടുവരില്ല, ഞാനങ്ങനെ കൂടെ പോയിട്ടില്ല. അതുകൊണ്ടിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഉണ്ട്. ഒരിക്കൽ ഇതെനിക്ക് ഗോകു നാട്ടിലുള്ള സമയത്ത് ഞാൻ ടോണിയങ്കയിൽ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു, കൊല്ലത്ത്. അപ്പോൾ അവിടെ ചെയ്തപ്പോഴും ഇതേ കണക്ക് തന്നെ ബഹളമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതുകൊണ്ടിട്ട് അധികം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പുറത്തൊരു കുട്ടിയുടെ ഹെയർ ഡ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഡ്രൈ ചെയ്യുന്ന കണ്ടിട്ടാണ് കാശി ബഹളം വെച്ചത്. ഇത് ജാനിമോളാണ് കേട്ടോ. ഇത് എൻ്റെ ചേട്ടത്തി. കുറേ പേര് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ചേട്ടത്തിനെ വീഡിയോ കാണിക്കാതെ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ വീഡിയോയ്ക്ക് അന്ന് മാറി നിന്നത് കണ്ടില്ലേ. ഇതാണ് അവസ്ഥ. ഞാൻ വീഡിയോ എടുക്കുന്ന ഉടനെ ആൾ മാറിക്കളയും. ഇത് എൻ്റെ ചേച്ചിയാണ് കേട്ടോ. ചേച്ചി മീൻസ് എൻ്റെ വല്യമ്മച്ചിയുടെ മോള്. എൻ്റെ അമ്മയ്ക്ക് 2 ചേച്ചിമാരാണ്. അതിൽ മൂത്ത ചേച്ചിയുടെ മരുമോളാണ് ആ ഗ്രീൻ കളറിലെ ഡ്രസ്സ് ഇട്ടേക്കുന്നത്. ഇപ്പം അവിടെ ഇരുന്നത് എൻ്റെ 2ാമത്തെ വല്യമ്മച്ചിയുടെ മോളാണ്. ഇതാണ് കേട്ടോ നമ്മുടെ സലൂൺ വരുന്നത്. അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള സലൂണാണ്. അഞ്ചാലമ്മൂട് ഏരിയ, എൻ്റെ സ്ഥലം വരുന്നത് അഞ്ചാലമ്മൂടാണ്. അഞ്ചാലമ്മൂട് ഏരിയയിൽ ഇത്രയും നല്ലൊരു സലൂൺ ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ സലൂൺസൊക്കെ പോയിട്ടുണ്ട്. സർവീസ് അങ്ങനെ ചെയ്തിട്ടുള്ള അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു കേട്ടോ. ഞാൻ എവിടെ സംഭവം ഇവിടെ പാട്ടൊക്കെ സൗണ്ട് കേൾക്കാൻ കുറവായിരുന്നു. സോ ഞാൻ വീട്ടിൽ ചെന്നിട്ട് വോയിസ് കൊടുക്കാം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അങ്ങനെ പറയാം. ഞാൻ മെയിനായിട്ട് പോയത് ഈ കാലൊന്ന് നീറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് കാലിന് ഭയങ്കര വേദനയാണ്. ഗോകു കൂടെയുള്ള സമയത്ത് എല്ലാത്തിനും ഞാൻ എന്ത് പറഞ്ഞാലും ഗോകുവിൻ്റെ പേര് പറയുമല്ലോ. പുള്ളിക്കാരനില്ലാതെ ഞാനില്ല, അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഗോകു കൂടെയുള്ള ടൈമിൽ ഞാൻ എന്തെങ്കിലും ഗോകുവിന് കാല് വേദനിക്ക് പറയുമ്പോൾ കാല് പിടിച്ച് അടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇവിടെ എനിക്ക് വീട്ടിൽ ആരോട് പറഞ്ഞാലും കാല് പിടിച്ച് തരികയൊക്കെ ചെയ്യും. അപ്പം നമ്മൾ ചെയ്യിക്കുന്നതിനായാലും പറയുന്നതിനായാലും ഒരു പരിധി ഉണ്ടല്ലോ. അമ്മയോ ഗോകുക്ക് നാട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. വേണ്ട, അതിൻ്റെ ഇടയ്ക്ക് അതെൻ്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. ചേച്ചിക്ക് 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണുമാണ്. മോനെ ഞങ്ങൾ വീട്ടിൽ നിർത്തിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ദേവി വന്നിട്ടുണ്ടായിരുന്നു. കാര്യം എനിക്കറിയാം ഞാൻ പെഡിക്യൂർ ചെയ്യാനാണ് പോണത്. സോ
കാശിനെ എടുക്കാനായിട്ട് ഒരാൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നടക്കില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ ദേവീനെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. പെഡിക്യൂർ ചെയ്യാനായിട്ട് ഫസ്റ്റ് എൻ്റെ കാലിലുണ്ടായിരുന്ന നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്ത് നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇത് നിങ്ങൾ പ്രമോഷൻ എന്ന രീതിയിലൊന്നും ഈ വീഡിയോ കാണരുത്. ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ പോയിട്ട് എനിക്ക് എടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും പറയും നിങ്ങൾ പ്രമോഷൻ ചെയ്യല്ലേ എന്ന്. അങ്ങനെയല്ല, ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നത് ഞാൻ എൻ്റെ അനുഭവമാണ്, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് ഷെയർ ചെയ്യാറുള്ളത്. പക്ഷേ എല്ലാവരും വിചാരിക്കും അത് പ്രമോഷനാണെന്ന്. പെയ്ഡ് പ്രൊമോഷനാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ ലേബൽ കൊടുത്തേക്കും പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ. അല്ലാത്ത ആളെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും കേട്ടോ. പിന്നെ ഓരോ വിരലും അതുപോലെ തന്നെ പിടിച്ച് ഞാനിത് പ്രസവരക്ഷയ്ക്ക് പോയ ടൈമിൽ, ഇപ്പോഴല്ല, പ്രസവരക്ഷയ്ക്ക് കാശി ബേബീൻ്റെ ടൈമിൽ, ആ ഒരു ടൈമിൽ പോയപ്പോഴാണ് ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് ഓരോരോ കാര്യങ്ങൾ, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നോക്കിയും കണ്ട് മസാജ് ചെയ്തിട്ട് ചെയ്യുന്ന പെഡിക്യൂർ ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. വേറെ ഞാൻ ഒരുപാടെടുത്ത് പെഡിക്യൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലായിടും ഒന്നും മോശം എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ അതിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ബെറ്ററായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നല്ലതായിരുന്നു, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എനിക്ക് ഞാൻ വീട്ടിലായാലും എപ്പോഴും ചെരുപ്പിടും കേട്ടോ. വീട്ടിനകത്തും പുറത്തും ഒക്കെ ഇറങ്ങുമ്പോൾ എപ്പോഴും ചെരുപ്പിട്ടിട്ട് ഇറങ്ങുള്ളൂ. അതുകൊണ്ടിട്ട് അങ്ങനെ ഡെഡ് സ്കിൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എന്നാൽ കൂടിയിട്ട് ഈ കാലുവേദനേൻ്റെ പ്രശ്നം മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ടിട്ട് വലിയ നീറ്റാക്കാനായിട്ട് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ നെയിൽ കട്ട് ചെയ്യണമായിരുന്നു. എനിക്ക് വയറുണ്ട്, എന്നാൽ കൂടിയിട്ട് നെയിൽ കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാലും ഞാൻ വളർത്തിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ചേച്ചി കട്ട് ചെയ്ത് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല, പോട്ടെ എന്തായാലും വൃത്തിയാക്കാനിരിക്കുകയല്ലേ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഈ നമ്മുടെ മസാജ് കൊടുക്കുന്നത്. അതും ഞാൻ പറഞ്ഞ കണക്ക് ഞാൻ ഈ പ്രസവരക്ഷ ചെയ്യുന്ന ടൈമിലാണ് ഇങ്ങനെ മസാജ് തന്നിട്ട് പെഡിക്യൂർ ചെയ്യുന്ന സലൂൺസിൽ പോയിട്ടുള്ളത്. ഞാൻ ഒരുപാട് സലൂണിൽ പോയിട്ട് ഒരുപാട് പെഡിക്യൂർസ് ചെയ്തിട്ടുണ്ട്. കാര്യം ഞാൻ വർക്ക് ചെയ്തത് ട്രിവാൻഡ്രത്ത് എയർപോർട്ടിലാണ്, ഗ്രൗണ്ട് സ്റ്റാഫായിരുന്നു. അന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിന്നുകൊണ്ടുള്ള ജോലിയാണ്. എനിക്ക് രാത്രി 12 മണി ജോലിക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ പിറ്റേന്ന് രാവിലെ 9:30 ആയിരിക്കും ഇറങ്ങുന്നത്. ഈ 9:30 വരെ നമുക്ക് നിന്നുകൊണ്ടുള്ള ഡ്യൂട്ടിയൊക്കെ ആയിരിക്കും. എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അങ്ങനെയുള്ള ഡ്യൂട്ടി ആയിരുന്നു. സോ ഭയങ്കര കാലുവേദനയും കാല് കഴപ്പമൊക്കെ ആയിരുന്നു. അന്ന് തൊട്ടിട്ട് തുടങ്ങിയൊരു ശീലമാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പെഡിക്യൂർ കൊടുക്കുന്നത്. ഭയങ്കര റിലാക്സേഷനാണ്. സോ അതുകൊണ്ടിട്ടാണ് ഞാൻ എവിടെ പോയാലും എൻ്റെ ഈ സലൂണിൻ്റെ ഏത് വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനകത്ത് പെഡിക്യൂർ. ഞാൻ ആകെ ചോദിക്കുന്നൊരു കാര്യം, ചേച്ചി പെഡിക്യൂർ ഉണ്ടോ എന്നാണ്. നമ്മുടെ ഇവിടെയൊന്നും അങ്ങനെ പെഡിക്യൂർ കാര്യങ്ങളൊന്നും. ഞങ്ങളുടെ താന്നിക്കുമുക്കിലൊരു സലൂണുണ്ട്, സലൂണല്ല, ഒരു ബ്യൂട്ടി പാർലറുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഇല്ല, അവിടെ ഇല്ല. ഒരുവിധം ഈ അഞ്ചാലമ്മൂട് ഏരിയയിൽ ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അഞ്ചാലമ്മൂട്, കൊല്ലം ആ ഏരിയയിലുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ സലൂൺ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്ത് അഞ്ചാലമ്മൂട് ജംഗ്ഷനിലേക്ക് പോണ വഴി മിലിമാളിന് ഓപ്പോസിറ്റായിട്ടാണ്. അതായത് നമ്മുടെ SBIൻ്റെ ബാങ്കിന് ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു സലൂൺ വരുന്നത്. തൊട്ട് ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് സലൂൺ വരുന്നത്. നല്ല ട്രീറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ അവർക്കിപ്പോൾ ഓഫർ നടക്കുന്നുണ്ട്. മെയിനായിട്ട് ഞാൻ പോകാനുള്ള റീസൺ അതായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എന്ത് കാര്യം നോക്കിയാലും ഓഫറുണ്ടോ ചെക്ക് ചെയ്താണ് പോകാറുള്ളത് എന്ന് പറയാറുണ്ടല്ലോ. ഇത് അതുപോലെ തന്നെ അവർക്ക് ഓഫർ നടക്കുന്നുണ്ട് ഇപ്പോൾ. മാർച്ച് 1 തൊട്ടിട്ട് April 30 വരെയാണ് ഓഫർ. ഒരുപാട് റിഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാക്കേജുകൾ അവൈലബിൾ ആണ്. അങ്ങനെയുള്ളത് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ സൈഡിൽ കൊടുത്തേക്കാം, അവരുടെ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ ഇനാഗുറേഷൻ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ രഞ്ജിമർ ഉണ്ടല്ലോ, ആ മാമും പിന്നെ വേറെ മറ്റേ സൂര്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചിയും കൂടെ ആയിരുന്നു അവരുടെ ഇനാഗുറേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ലക്ഷ്മി ചേച്ചി പഠിച്ചിട്ടുണ്ടായിരുന്നത് രഞ്ജിമറിൻ്റെ അടുത്തായിരുന്നു. ഈ എന്താ പറയുക, സലൂണിൻ്റെ കാര്യങ്ങളായാലും മേക്കപ്പിൻ്റെ കാര്യങ്ങളായാലും എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു അവരെടുത്തായിരുന്നു. സോ അവരായിരുന്നു ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് പോകാനായിട്ട് റീസണൊന്നും ഇല്ലായിരുന്നു. ഗോഗു ഉള്ള ടൈമിലായിരുന്നു. പിന്നെ അന്ന് പോകാനുള്ള മെൻ്റലി അത്ര വലിയ നല്ല മെൻ്റൽ ഹെൽത്ത് അത്ര നല്ലതല്ലായിരുന്നു. ഇപ്പം ഞാൻ ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ് എന്ന് തോന്നി വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബോഡീനെ കെയർ ചെയ്യാനായിട്ട് ഇറങ്ങിയാണ് കേട്ടോ. ഇവിടെ എല്ലാത്തരം ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്. മേക്കപ്പ്സ് ഉണ്ട്, ബ്രൈഡൽ മേക്കപ്പ് ഉണ്ട്, ഗസ് മേക്കപ്പ് ഉണ്ട്. അതുപോലെ തന്നെ അതും അഫോർഡബിൾ റേറ്റിനാണ് കേട്ടോ. ഭയങ്കര റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ത്രെഡിങ് ഉണ്ട്. ത്രെഡിങ് 50 രൂപയാണ് കേട്ടോ. പലയിടത്തും 70 ആയിട്ടുണ്ട് ഇപ്പോൾ. പണ്ടൊക്കെ 30 രൂപയുള്ളായിരുന്നു, ഇപ്പോൾ 70 ആയിട്ടുണ്ട്. ഞാൻ കുറേ നാളായി ത്രെഡൊക്കെ ചെയ്തിട്ട്. പിന്നെ ഹെയർ ട്രീറ്റ്മെൻറ്റുകളുണ്ട്, സ്മൂത്തനിങ്, കെരാട്ടിൻ, ഇങ്ങനെ എല്ലാം ഉണ്ട്. സോ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും.